ഓക്കെ. അപ്പം ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ടി ഡയഗ്രമാണ്, വിച്ച് ഈസ് ടെമ്പറേച്ചർ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ. സോ പേരിൽ നിന്ന് തന്നെ നമുക്കൊരു ഐഡിയ കിട്ടി കാണും അല്ലേ, ടി ഡയഗ്രം എന്താണെന്ന്. ടി ഡയഗ്രം ഈസ് നത്തിങ് ബട്ട് എന്താ പറയുക, അതായത് ഓസ്റ്റിനേറ്റ് ഉണ്ടാകുന്ന ഫേസ് ട്രാൻസ്ഫോർമേഷൻ കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡയഗ്രമാണ് ടി ഡയഗ്രം. ഓക്കെ, അതിന് നമ്മൾ ഐസോതെർമൽ ട്രാൻസ്ഫോർമേഷൻ ഡയഗ്രം എന്ന് പറയുന്നതാണ്. ഐസോതെർമൽ ട്രാൻസ്ഫോർമേഷൻ ഡയഗ്രം. സോ ടി ഡയഗ്രം ഈസ് എ ചാർട്ട് ഓർ ഡയഗ്രം വിച്ച് ഷോസ് ദ ഫേസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഓസ്റ്റിനേറ്റ് ഫ്രം ഹൈ ടെമ്പറേച്ചർ. അതായത് ഹൈ ടെമ്പറേച്ചറിൽ നിന്ന് കൂൾ ചെയ്യുമ്പോൾ ഓസ്റ്റിനേറ്റ് ഉണ്ടാകുന്ന ഫേസ് ട്രാൻസ്ഫോർമേഷൻ കാണിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഡയഗ്രമാണ് ടി ഡയഗ്രം. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഐസോതെർമൽ ട്രാൻസ്ഫോർമേഷൻ ഡയഗ്രം. സോ ഞാൻ ഇതിൽ പറഞ്ഞ ഓസ്റ്റിനേറ്റ് ആണ് യൂസ് ചെയ്യുന്നത് അല്ലേ. ഓസ്റ്റിനേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓസ്റ്റിനേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, അയൺ പ്ലസ് അല്ലെങ്കിൽ Fe+0.77% കാർബണെയാണ് നമ്മൾ ഓസ്റ്റിനേറ്റ് എന്ന് പറയുന്നത്. അതായത് 727 ഡിഗ്രി സെൽഷ്യസിലുള്ള അയൺ പ്ലസ് 0.77% കാർബണുള്ള ഒരു ഫേസിനെയാണ് അല്ലെങ്കിൽ ഒരു മൈക്രോ സ്ട്രക്ചറിനെയാണ് നമ്മൾ ഓസ്റ്റിനേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഓസ്റ്റിനേറ്റിന് മാത്രമാണ് ഞാൻ ടി ഡയഗ്രത്തിൽ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ടി ഡയഗ്രം എന്ന് പറയുന്നത്. ഇതാണ് മൊത്തത്തിലുള്ള ടി ഡയഗ്രം. ഇതാണ് അതിൻ്റെ ഫുൾ ഷേപ്പ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു സി ഷേപ്പിൽ നിന്ന് ഇങ്ങോട്ടേക്ക് മാറും. വൈ ആക്സിസിൽ ടെമ്പറേച്ചർ, എക്സ് ആക്സിസിൽ ടൈം, മൾട്ടിപ്പിൾ ഓഫ് 10 മൾട്ടിപ്പിൾ ആയിട്ട് എഴുതണം. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ടി ഡയഗ്രത്തിൻ്റെ ഫുൾ ഫിഗർ നോക്കിയില്ലേ. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കഷനിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഞാനീ പറയുന്നത് ജസ്റ്റ് നോട്ടാക്കി എഴുതി എടുക്കുക ഇംഗ്ലീഷിൽ. കേട്ടാൽ മനസ്സിലാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ. ഓക്കെ, നോക്കിയോ. അതായത് ഇത് വരച്ചിരിക്കുന്ന ഫസ്റ്റ് ഹാഫ്, അതായത് ഇത്രയുണ്ടല്ലോ, ഇങ്ങനെയുണ്ടല്ലോ ടി ഡയഗ്രം. പക്ഷേ ഞാനിവിടെ വെച്ചേക്കുന്നത് ജസ്റ്റ് ഫസ്റ്റ് ഹാഫ് മാത്രമാണ്. ഫസ്റ്റ് ഹാഫിൽ എന്ത് സംഭവിക്കുന്നു നോക്കാം. നമുക്ക് ഒരു ഹാഫായിട്ട് നോക്കി പോകാം, അപ്പോൾ ഒന്നുകൂടി എളുപ്പമായിരിക്കും. നോക്കിക്കേ, അതായത് 727 ഡിഗ്രി സെൽഷ്യസിലിരിക്കുന്ന സാധനം, 727 ഡിഗ്രി സെൽഷ്യസിലിരിക്കുന്ന ഓസ്റ്റിനേറ്റ്, അതിന് നമ്മൾ 800 ഡിഗ്രി സെൽഷ്യസ് വരെ ഹീറ്റ് ചെയ്യാണ്. അത് 800 ഡിഗ്രി സെൽഷ്യസ് ആണ് ശരിക്കും പറഞ്ഞാൽ ഓസ്റ്റിനേറ്റിൻ്റെ ടെമ്പറേച്ചർ. പക്ഷേ അതിനെ നമ്മൾ 727 ഡിഗ്രി സെൽഷ്യസ് വരെ എന്ത് ചെയ്തു, കൂൾ ചെയ്തുകൊണ്ട് കൊണ്ടുവന്നു. അല്ലെങ്കിൽ 727 ഡിഗ്രി സെൽഷ്യസിലിരിക്കുന്ന ഓസ്റ്റിനേറ്റിനെ നമ്മൾ കൺസിഡർ ചെയ്തു. ആ ടെമ്പറേച്ചർ നമ്മൾ യൂട്ടക്ടോയിഡ് ടെമ്പറേച്ചർ എന്ന് പറയും. എന്താണ്? 727 ഡിഗ്രി സെൽഷ്യസിന് നമ്മൾ യൂട്ടക്ടോയിഡ് ടെമ്പറേച്ചർ എന്ന് പറയും. ഓക്കെ, ഫൈൻ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ 727 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് അല്ലെങ്കിൽ 800 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് ഞാൻ ഒറ്റയടിക്ക് 640 ഡിഗ്രി സെൽഷ്യസിലേക്ക് റാപ്പിഡ് കൂൾ ചെയ്തു. എന്ത് ചെയ്യുന്നു? റാപ്പിഡ് കൂൾ ചെയ്തു. റാപ്പിഡ് കൂളിങ്ങിൻ്റെ വേറൊരു പേരെന്താണ്? ക്വഞ്ചിങ് അല്ലേ. ക്വഞ്ചിങ് നമ്മൾ ചെയ്യുന്നത് ഓയിൽ യൂസ് ചെയ്യാം, വാട്ടർ യൂസ് ചെയ്യാം, വാട്ടർ. ഓക്കെ, അപ്പോൾ അതൊന്നും നമുക്കിവിടെ കൺസേൺ അല്ല. നമുക്കിവിടെ 800 നിന്ന് ഞാൻ ഒറ്റയടിക്ക് 640 ഡിഗ്രി സെൽഷ്യസിലേക്ക് കൂൾ ചെയ്തു അല്ലേ. അപ്പോൾ കൂൾ ചെയ്തപ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കി. കൂൾ ചെയ്ത് കഴിഞ്ഞ് 640 എത്തിക്കഴിഞ്ഞ് ഞാനവിടെ കുറച്ച് നേരം ഹോൾഡ് ചെയ്തു. ഓക്കെ, 640 ഡിഗ്രി സെൽഷ്യസിൽ എത്തി. എൻ്റെ ഓസ്റ്റിനേറ്റ് 640 ഡിഗ്രി സെൽഷ്യസിൽ എത്തി. അവിടെ ഞാൻ കുറച്ച് നേരം ഹോൾഡ് ചെയ്തു. ഓക്കെ, ഇത്രയും ടൈം ഹോൾഡ് ചെയ്തു. അതായത് ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ടൈം ഹോൾഡ് ചെയ്തു. ഓക്കെ, ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള ടൈം ഞാൻ ഹോൾഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ അങ്ങനെ ഹോൾഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഓസ്റ്റിനേറ്റാണ്, അതായത് കൂൾ ചെയ്തുകൊണ്ടിരുമ്പോൾ ഓസ്റ്റിനേറ്റാണ്. അത്രയും നേരം ഹോൾഡ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഓസ്റ്റിനേറ്റിന് പതിയെ ഇത് ഇങ്ങോട്ടേക്ക് മാറി പേർലൈറ്റ് ആകാൻ തുടങ്ങും. അതായത് ഇവിടെ ഓസ്റ്റിനേറ്റാണ്, ഇവിടെ പേർലൈറ്റാണ്. 640 ഡിഗ്രി സെൽഷ്യസ് നമ്മൾ ഹോൾഡ് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് ഓസ്റ്റിനേറ്റ് പതിയെ ട്രാൻസ്ഫോം ചെയ്ത് എന്താ പേർലൈറ്റ് ആവാൻ തുടങ്ങും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് ഇതിൻ്റെ ഇങ്ങോട്ടെന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഓസ്റ്റിനേറ്റും ഇങ്ങോട്ടെന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി പേർലൈറ്റുമാണ്. ഓക്കെ, അപ്പോൾ ഇൻ ബിറ്റ്വീൻ ദീസ് റീജിയൻ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? ട്രാൻസ്ഫർമേഷൻ റീജിയൻ എന്ന് വിളിച്ചുകൂടി. അതായത് ഇവിടെ ഓസ്റ്റിനേറ്റാണ്, ഇവിടെ പേർലൈറ്റാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫോം ആകുമ്പോഴാണ് പേർലൈറ്റ് ആവുന്നത്. അപ്പോൾ ഇതിനെ ട്രാൻസ്ഫർമേഷൻ റീജിയൻ എന്ന് വിളിച്ചുകൂടി. ഇവിടെ 100% ഓസ്റ്റിനേറ്റ് ആണെങ്കിൽ ഇവിടെ 100% പേർലൈറ്റ്. അപ്പോൾ ഇവിടെ എന്താവും? 50 ആവും അല്ലേ. രണ്ടും 50% ആവും അല്ലേ. അപ്പോൾ ഇതിന് 50% പേർലൈറ്റ് ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. ഇവിടെ എത്തുമ്പോൾ 50% പേർലൈറ്റ് ആവും, ഇവിടെ എത്തുമ്പോൾ 100% പേർലൈറ്റ് ആവും. അതാണ് ഈ ഡോട്ടഡ് ലൈൻ കാണിക്കുന്നത്. ഓക്കെ, അങ്ങനെ 640 ഡിഗ്രി സെൽഷ്യസിലെത്തി. അങ്ങനെ 640 ഡിഗ്രി സെൽഷ്യസിൽ എത്തിക്കഴിഞ്ഞ് ഞാൻ ഒന്നുകൂടി കൂൾ ചെയ്തു. അതായത് ഇപ്പോൾ 640 നിൽക്കുന്നത്, ഞാൻ ഒന്നുകൂടി കൂൾ ചെയ്ത് 540 ഡിഗ്രിയിലെത്തി. 540 ഡിഗ്രി സെൽഷ്യസിലെത്തി. അതാണ് ഈ ഡോട്ടഡ് ലൈൻ. അതായത് ഈ ഡോട്ടഡ് ലൈൻ കാണിക്കുന്നത് 540 ഡിഗ്രി സെൽഷ്യസിലാണ് ഈ ഡോട്ടഡ് ലൈൻ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ 540 ഡിഗ്രി എത്തിക്കഴിയുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് നോക്കി. 540 ഡിഗ്രി എത്തിക്കഴിയുമ്പോൾ പിന്നെയും ഓസ്റ്റിനേറ്റിൽ നിന്ന് എന്തായും പേർലൈറ്റ് ആവും. അതായത് ഇപ്പുറത്ത് ഓസ്റ്റിനേറ്റ്, ഇപ്പുറത്ത് പേർലൈറ്റ്. ഇൻ ബിറ്റ്വീൻ ദിസ് വി ക്യാൻ സീ ദ ട്രാൻസ്ഫോർമേഷൻ റീജിയൻ ആൻഡ് ദ ഡോട്ടഡ് ലൈൻ റെപ്രസെൻറ്റ് എന്താ 50% പേർലൈറ്റ് റീജിയൻ. ഓക്കെ,
അപ്പോൾ 540 എത്തിക്കഴിയുമ്പോൾ എന്താ വെച്ചാൽ ടെമ്പറേച്ചർ കുറഞ്ഞല്ലേ, ഒന്നുകൂടി ടെമ്പറേച്ചർ കുറഞ്ഞ്. അപ്പോൾ 540 അടുത്ത് ഫോം ചെയ്യുന്ന പേർലൈറ്റ് എന്ന ഫൈൻ പേർലൈറ്റ് എന്തായിരിക്കും? ഫൈൻ പേർലൈറ്റ്. അതായത് ആ പേർലൈറ്റ്, അതായത് 540 ഉണ്ടാകുന്ന പേർലൈറ്റിൻ്റെ ഗ്രെയിൻ ഉണ്ടല്ലോ, ഗ്രെയിൻ്റെ സൈസ് ചെറുതായിരിക്കും, അതിനാണ് ഫൈൻ എന്ന് പറയുന്നത് നമ്മൾ. അതേസമയം 640 അതിൽ മുകളിലോ ഉണ്ടാകുന്ന പേർലൈറ്റ് എന്ന് പറഞ്ഞാൽ കോസ് പേർലൈറ്റ് ആയിരിക്കും. കോസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗ്രെയിൻ സൈസ് എന്ന് പറഞ്ഞാൽ വലുതായിരിക്കും. അതിൻ്റെ കാരണം എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കി. ഗ്രെയിൻ സൈസ് കൂടണമെങ്കിൽ എന്തായിരിക്കും കാരണം? ഡിഫ്യൂഷൻ കൂടുതലായിരിക്കണം അല്ലേ. ഹയർ ടെമ്പറേച്ചർ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഡിഫ്യൂഷൻ കൂടുതലാണെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 640 എന്ന് പറഞ്ഞാൽ 540 വലുതല്ലേ. അപ്പോൾ 540 വലുതാകുമ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക? ടെമ്പറേച്ചർ കൂടുതലാണ്, അപ്പോൾ അതനുസരിച്ച് ഡിഫ്യൂഷൻ കൂടുതൽ നടക്കും. അപ്പോൾ ഡിഫ്യൂഷൻ കൂടുതൽ നടക്കുമ്പോൾ ഗ്രെയിൻ സൈസ് വലുതാവും. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ കോസ് പേർലൈറ്റ് എന്ന് വിളിക്കുന്നത്. ഈ റീജിയനെ കോസ് പേർലൈറ്റ് എന്ന് വിളിക്കും. 540 ഉള്ളതിന് നമ്മൾ ഫൈൻ പേർലൈറ്റ് എന്ന് വിളിക്കും. മനസ്സിലായില്ലേ? അതായത് 540 നമ്മളെന്ത് ചെയ്താൽ 800 നിന്ന് 640 കൂൾ ചെയ്തു. അപ്പോൾ എന്താ സംഭവിച്ചത്? ഓസ്നേറ്റിൽ നിന്ന് പതിയെ പേർലൈറ്റായി തുടങ്ങി. ഇവിടെ 50% പേർലൈറ്റായി, ഇവിടെ എത്തുമ്പോൾ 100% പേർലൈറ്റായി. ഈ ലൈൻ ഞാൻ നേരെ മുകളിലേക്ക് വരയ്ക്കുക. നോക്കിക്കേ, 640 ഇതാണ് 640 ലൈൻ, ഇതാണ് 640 ലൈൻ. 640 ലൈൻ ഇതാണ്, നേരെ മുകളിലേക്ക് വരയ്ക്കുക. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു ലൈൻ കിട്ടിയില്ലേ? നമുക്ക് ഇങ്ങനെ ഒരു ലൈൻ കിട്ടി. ഇതിൻ്റെ വൈ ആക്സിസിൽ വരുന്നത് പെർസെൻറ്റേജ് ഓഫ് ട്രാൻസ്ഫർമേഷനാണ്. അത് നോക്കണമെന്നില്ല, ജസ്റ്റ് ഇങ്ങനെ ഒരു ലൈൻ കിട്ടിയില്ല നമുക്ക്. ഇങ്ങനെ മുകളിലേക്ക് വരയ്ക്കണമെങ്കിൽ എന്താ, ഇത് താഴത്തേക്ക് നീട്ടി വരച്ചാൽ ഇത് ഓസ്നേറ്റാണ്. ഇതിൻ്റെ സെൻറ്ററിൽ എന്താ ഞാൻ പറഞ്ഞാൽ 50% പേർലൈറ്റാണ്. റൈറ്റിലേക്ക് വരുമ്പോൾ 100% പേർലൈറ്റാണ്. അതുപോലെ 540 ലൈനാണ് ഞാൻ ഈ വരച്ചേക്കുന്നത്. നോക്കിക്കേ, അതിൻ്റെ താഴെ 640 താഴെ വരില്ലേ ഈ 540 ലൈൻ. ഇവിടെ എന്താണ് 0% പേർലൈറ്റാണ്, അല്ലെങ്കിൽ ഓസ്നേറ്റാണ്. ഇവിടെ എത്തുമ്പോൾ 50% പേർലൈറ്റാണ്, ഇവിടെ എത്തുമ്പോൾ 100% പേർലൈറ്റാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് പേർലൈറ്റ് ഉണ്ടാകുന്ന കഥ. അതുപോലെ ഞാൻ പറഞ്ഞു കോസ് പേർലൈറ്റ്, ഫൈൻ പേർലൈറ്റ്. ഹൈ ടെമ്പറേച്ചറിൽ ഉണ്ടാകുന്ന കോസ് പേർലൈറ്റ് ആണ്, അതായത് ഇവിടെ ഉണ്ടാകുന്ന കോസ് പേർലൈറ്റ് ആണ്. ഇവിടെ ഉണ്ടാകുന്ന ഫൈൻ പേർലൈറ്റ് ആണ്. ഫൈൻ പേർലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതിൻ്റെ ഗ്രെയിൻ്റെ സൈസ് ചെറുതായിരിക്കും. ഗ്രെയിൻ്റെ സൈസ് ചെറുതാവാൻ കാരണം ടെമ്പറേച്ചർ കുറവാണ്, അപ്പോൾ ഡിഫ്യൂഷൻ കുറവായിരിക്കും നടക്കുന്നത്. അതേസമയം 640 ടെമ്പറേച്ചർ കൂടുതലാണ്, അതേസമയം ഡിഫ്യൂഷൻ കൂടുതലായിരിക്കും. അതുപോലെ ഗ്രെയിൻ സൈസ് വലുതാകാൻ തുടങ്ങും. അപ്പോൾ അതിനെ കോസ് പേർലൈറ്റ് എന്ന് വിളിക്കും നമ്മൾ. ഇത്രയും മനസ്സിലായില്ലേ? അതായത് 540 വരെയുള്ള കാര്യങ്ങളെല്ലാം ക്ലിയർ അല്ലേ? ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് 540 താഴെ കൂൾ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്. നമ്മൾ ഇവിടെ വരെയാണ് 540 എടുത്തത്. ഓക്കെ, ഇവിടെ വരെയാണ് 540. ഇത്രയുള്ള കാര്യങ്ങളാണ്, ഇതിൻ്റെ മുകളിലോട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഡിസ്കസ് ചെയ്ത് വെച്ചേക്കുന്നത്. ഓക്കെ, ഞാൻ 540 താഴേക്ക് കൂൾ ചെയ്തുകൊണ്ട് ഇതാണ് 540 ലൈൻ എന്ന് പറയുന്നത്. 540 താഴെ കൂൾ ചെയ്യുവാണ്, അല്ലെങ്കിൽ 500 താഴെ കൂൾ ചെയ്യാമെന്ന് കരുതുക. അപ്പോൾ 500 താഴെ കൂൾ ചെയ്യുമ്പോൾ എന്താണ്? 500 താഴെ കൂൾ ചെയ്യുമ്പോൾ ഓസ്നേറ്റിൽ നിന്ന് ബേനേറ്റ് എന്ന സ്ട്രക്ചറിലേക്ക് മാറും. എന്താണ് ബേനേറ്റ്? ഈ ബേനേറ്റും പേർലൈറ്റും സംഭവം സെയിം ആണ്, പക്ഷേ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ പേർലൈറ്റിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു നീഡിലേക്ക് സ്ട്രക്ചറാണ്. എന്താണ്? നീഡിലേക്ക് സ്ട്രക്ചറാണ് പേർലൈറ്റിൽ കാണാൻ പറ്റുന്നത്. പേർലൈറ്റിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ലാമൽ. ഓക്കെ, ബേനേറ്റ് എന്ന് പറഞ്ഞാൽ നീഡിലേക്ക് സ്ട്രക്ചറാണ്. അതായത് ഓസ്നേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫെറൈറ്റ് പ്ലസ് സിമെൻറ്റേറ്റിനെ നമ്മൾ ഓസ്നേറ്റ് എന്ന് വിളിക്കുന്നത്. അതായത് ഫെറൈറ്റ് പ്ലസ് Fe3C ആണ് എന്താണ്? നമ്മുടെ സിമെൻറ്റേറ്റ്. ഇതിനെയാണ് നമ്മൾ ഓസ്നേറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിവിടെ എത്തുമ്പോഴത്തേക്കും ഈ പേർലൈറ്റിൽ നമുക്ക് ഈ ഓസ്നേറ്റ് എങ്ങനെ കാണാൻ പറ്റുമെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഈ കോമ്പിനേഷൻ എങ്ങനെയാണ് കാണാൻ പറ്റുമെന്ന് വെച്ചാൽ ലെയർ ആയിട്ടായിരിക്കും ഉണ്ടാവുക. അതായത് എന്താ പറയുക, ഫെറൈറ്റ് ഉണ്ടാവും, Fe3C ഉണ്ടാവും, ഫെറൈറ്റ് ഉണ്ടാവും, Fe3C ഉണ്ടാവും. അതിന് നമ്മൾ ലാമെല്ല സ്ട്രക്ചർ എന്ന് വിളിക്കുന്നതാണ്. ലാമെല്ല സ്ട്രക്ചർ ഇവിടെ എത്തുമ്പോഴും ബേനേറ്റും സംഭവം പേർലൈറ്റ് തന്നെയാണ്. ബേനേറ്റ് എന്ന് പറയുന്നതും പേർലൈറ്റ് തന്നെയാണ്. പക്ഷേ അതിന് ബേണേറ്റ് എന്ന് വിളിക്കാൻ കാരണം എന്താ വെച്ചാൽ അതിൻ്റെ സ്ട്രക്ചർ വ്യത്യാസമുണ്ട്, അതായത് അതിൻ്റെ ഷേപ്പ് വ്യത്യാസമുണ്ട്. ബേനേറ്റ് നീഡിലേക്ക് സ്ട്രക്ചറായിരിക്കും ഉണ്ടാവുക. അതായത് പേർലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലാമെല്ല സ്ട്രക്ചർ. ബേനേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നീഡിലേക്ക് സ്ട്രക്ചർ. ഓക്കെ, അപ്പോൾ ഈ 540 താഴെ കൂൾ ചെയ്യുമ്പോൾ ഓസ്നേറ്റ് എന്ന് പറയുന്നത് ബേനേറ്റിലേക്ക് മാറും. സെയിം കാര്യം ഇവിടെ നടന്ന സെയിം കാര്യം ഇവിടെ നടക്കും. എന്താണ്? ഇവിടെ ഓസ്നേറ്റ് ആണ്, ഇവിടെ ബേനേറ്റ് ആണ്. ഇൻ ബിറ്റ്വീൻ ദിസ് A+B എന്ന് പറയുന്നത് ഓസ്നേറ്റും ബേനേറ്റും ഒരു കോമ്പിനേഷൻ ആയിരിക്കും. ഇപ്പോൾ ഈ നടുക്കുള്ള ഡോട്ടറിൽ എന്ന് പറയുന്നത് എന്താണ്? 50% ബേനേറ്റ് ആയിരിക്കും. ഇവിടെ നടന്ന സെയിം കാര്യം ഇവിടെയാണ് നടക്കുന്നത്. ഇവിടെ ബേനേറ്റ് ആവുന്നേ ഉള്ളൂ, അതേസമയം ഇവിടെ പേർലൈറ്റ് ആവുന്നേ ഉള്ളൂ. അതുപോലെ ഇവിടെ എന്തുണ്ടാവും? ഇവിടെ ഫൈൻ ബേനേറ്റ് ആയിരിക്കും ഉണ്ടാവുക. ഫൈൻ ബേനേറ്റ്, ഇവിടെ കോസ് ബേനേറ്റ് ആയിരിക്കും ഉണ്ടാവുക. ഇതുപോലെ തന്നെ ഇവിടെ പേർലൈറ്റ് ആണ്, ഇവിടെ ബേനേറ്റ്, അത്രേ വ്യത്യാസമുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ അങ്ങനെ കൂൾ ചെയ്തിട്ട് 200 ഡിഗ്രിയിലേക്ക് എത്തുകയെന്ന് കരുതുക.
ഇവിടെ എത്തി നമ്മൾ 500 താഴെ എത്തി 200 അതായത് ആദ്യം 800 നിന്ന് 540 കൂൾ ചെയ്തു, പിന്നെ 800 നിന്ന് നമ്മൾ 500 താഴെ കൂൾ ചെയ്തു, പിന്നെ നമ്മൾ 200 അടുത്ത് 220 എത്തി എന്ന് കരുതുക. ഓക്കെ, അപ്പോൾ 220 എത്തുമ്പോൾ ഇതിനെന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ടെമ്പറേച്ചർ ഭയങ്കര കുറവല്ലേ, അപ്പോൾ ടെമ്പറേച്ചർ ഭയങ്കര കുറയുമ്പോൾ എന്താ അവിടെ പ്രശ്നം എന്ന് പറയുക, അവിടെ ഡിഫ്യൂഷൻ ഉണ്ടാവില്ല, അതായത് ഡിഫ്യൂസ് ചെയ്യാൻ പറ്റില്ല ആറ്റത്തിന് ടെമ്പറേച്ചർ കുറവായതുകൊണ്ട്. അപ്പോൾ അവിടെ ഒരു നോൺ ഡിഫ്യൂസീവ് ട്രാൻസ്ഫോർമേഷൻ നടക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഡിഫ്യൂഷൻലെസ് ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നത്. അപ്പോൾ അങ്ങനെ ഡിഫ്യൂഷൻലെസ് ട്രാൻസ്ഫോർമേഷൻ നടന്ന് ഫോം ചെയ്യുന്നതാണ് മാർട്ടിൻസൈറ്റ് അല്ലേ. മാർട്ടിൻസൈറ്റ് എന്താണ്? ഹാർഡസ്റ്റ് ഫോം ഓഫ് സ്റ്റീൽ. അപ്പോൾ MS ഞാൻ ഉദ്ദേശിക്കുന്നത് മാർട്ടിൻസൈറ്റിനെയാണ്. M⁻S 200°C ഫോം ചെയ്യുന്നത്, അവിടെ തൊട്ട് മാർട്ടിൻസൈറ്റ് ഫോം ചെയ്യാൻ തുടങ്ങും. അപ്പോൾ മാർട്ടിൻസൈറ്റ് ഫോം ചെയ്ത് താഴേക്കാണ് പോകുന്നത്, പിന്നെ അല്ലേ താഴേക്ക് നമ്മളൊരു 150 എത്തി. M50 എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് 50% മാർട്ടിൻസൈറ്റ് ഫോം ചെയ്യും. അതായത് 150°C എത്തുമ്പോൾ 50% മാർട്ടിൻസൈറ്റ് ഫോം ചെയ്യും. ഓക്കെ, 50% മാർട്ടിൻസൈറ്റ് ഫോം ചെയ്യും. അത് കഴിഞ്ഞ് ഈ 90% മാർട്ടിൻസൈറ്റ് ഫോം ചെയ്യുന്ന എപ്പോഴാണ്? 110°C 110°C അതായത് 200°C അവിടെ നിന്ന് നമ്മൾ 50% മാർട്ടിൻസൈറ്റ് ആക്കാൻ വേണ്ടി 150°C കൂൾ ചെയ്തു. അവിടെ നിന്ന് 90% മാർട്ടിൻസൈറ്റ് ആകാൻ വേണ്ടി നമ്മൾ 110°C കൂൾ ചെയ്തു. അപ്പോഴും എന്താ, ഓസ്നേറ്റ് അവിടെ ബാക്കിയാണല്ലേ. അതായത് ഞാൻ പറഞ്ഞു ടെമ്പറേച്ചർ കുറവായതുകൊണ്ട് കംപ്ലീറ്റ്ലി ആറ്റം ഡിഫ്യൂസ് ചെയ്യില്ല. അപ്പോൾ എന്തായാലും കുറച്ച് ഓസ്നേറ്റ് എന്തായാലും ബാക്കി ഉണ്ടാവും അല്ലേ. അതുകൊണ്ടാണ് ഞങ്ങൾ M+A എത്തിക്കുന്നത്, മാർട്ടിൻസൈറ്റ് പ്ലസ് ഓസ്നേറ്റ്. അപ്പോൾ ഇതാണ് TTT ഡയഗ്രാം. മനസ്സിലായില്ലേ? ഇത്രയുള്ളൂ TTT ഡയഗ്രാം. അപ്പോൾ TTT ഡയഗ്രത്തിൻ്റെ മൊത്തം സ്ട്രക്ചർ ആദ്യം അറിയാമല്ലോ. ആ മൊത്തം സ്ട്രക്ചർ നമ്മൾ 3 ഡിവൈഡ് ചെയ്തു: പെർലൈറ്റ് റീജിയൻ, ബൈനൈറ്റ് റീജിയൻ, മാർട്ടിൻസൈറ്റ് റീജിയൻ. പെർലൈറ്റ് ഉണ്ടാകുന്നത് എങ്ങനെയാണ്? അത് 800°C സാധനം നമ്മൾ 640°യിലേക്ക് കൂൾ ചെയ്തു. കൂൾ ചെയ്യുമ്പോൾ ഓസ്നേറ്റിന് പതിയെ അതായത് കൂൾ ചെയ്തിട്ട് 640 കുറച്ച് നമ്മൾ ഹോൾഡ് ചെയ്ത് കഴിയുമ്പോൾ ഓസ്നേറ്റ് പതിയെ പെർലൈറ്റ് ആവാൻ തുടങ്ങും. ഇത് ഈ ലൈനിൻ്റെ ഇപ്പുറത്തെ റീജിയൻ എന്ന് പറയുന്ന ഓസ്നേറ്റും ഇപ്പുറത്തെ റീജിയൻ എന്ന് പറഞ്ഞാൽ പെർലൈറ്റും. അങ്ങനെ അത് കഴിഞ്ഞ് 800 ഒന്നുകൂടി നമ്മൾ 540 കൂൾ ചെയ്തു. 540 കൂൾ ചെയ്യുമ്പോൾ നമുക്ക് പിന്നെയും പെർലൈറ്റ് കിട്ടി. ആ കിട്ടുന്ന പെർലൈറ്റ് എന്താണ്? ഫൈൻ പെർലൈറ്റ് ആണ്. ഫൈൻ പെർലൈറ്റ് ആവാൻ കാരണം എന്താണ്? അവിടുത്തെ ഗ്രെയിൻ സൈസ് ചെറുതാണ്. അതേസമയം നമ്മൾ 640 കൂൾ ചെയ്തപ്പോൾ കിട്ടിയ പെർലൈറ്റ് കോസ് പെർലൈറ്റ് ആണ്. കാരണം അതിൻ്റെ ഗ്രെയിൻ സൈസ് എന്ന് പറഞ്ഞാൽ വലുതാണ്. ഗ്രെയിൻ സൈസ് വലുതാവാൻ കാരണം എന്താണ്? അവിടെ ഡിഫ്യൂഷൻ കൂടുതലാണ്. അപ്പോൾ ഡിഫ്യൂഷൻ കൂടുതലാകുമ്പോൾ ഗ്രെയിനിന് കൂടുതൽ വലുതാവാൻ പറ്റും അല്ലേ. ഇപ്പോൾ ഒരാൾ കൂടുതൽ കഴിച്ച് കഴിഞ്ഞാൽ അയാൾ കൂടുതൽ വളരും, കുറവ് കഴിച്ച് കഴിഞ്ഞാൽ കുറവ് വളരും, അങ്ങനെ കരുതുക. അപ്പോൾ ഇവിടെ ടെമ്പറേച്ചർ കൂടുതലാണ്, അപ്പോൾ ഗ്രെയിനിന് കൂടുതൽ വളരാൻ പറ്റി, അപ്പോൾ കോസ് പെർലൈറ്റായി. ഇവിടെ ടെമ്പറേച്ചർ കുറവാണ്, അപ്പോൾ ഡിഫ്യൂഷൻ കുറവാണ്, അപ്പോൾ ഫൈൻ പെർലൈറ്റായി. അപ്പോൾ ഇപ്പോഴത്തെ 100% പെർലൈറ്റ്, ഇപ്പോഴത്തെ 0% പെർലൈറ്റ്, നടുക്കെന്ന് പറയുമ്പോൾ 50% പെർലൈറ്റ്. അതാണ് പെർലൈറ്റിൻ്റെ കഥ. ഈ സെയിം കാരണം തന്നെയാണ് ബൈനൈറ്റിൽ ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്നത്. നമ്മൾ 540 താഴെ കൂൾ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ 500 താഴെ കൂൾ ചെയ്യുമ്പോൾ ഓസ്നേറ്റ് എന്ന് പറയുന്നത് ബൈനൈറ്റ് ആവും അല്ലേ. ഓസ്നേറ്റ് എന്ന് പറഞ്ഞാൽ ഫെറൈറ്റ് പ്ലസ് സിമെൻറ്റേറ്റ് ആണ്. അതിൻ്റെ തന്നെ സ്ട്രക്ചർ മാറി വരും ഇവിടെ. ബൈനൈറ്റ് ഇവിടെ എന്ന് പറഞ്ഞാൽ ലാമില്ലാർ സ്ട്രക്ചറാണ് വരുന്നത്. അത് ഫെറൈറ്റും സിമെൻറ്റേറ്റും ആണ് ഓസ്നേറ്റ്. അതിങ്ങനെ ലെയറായിട്ട് വരും. അതാണ് പെർലൈറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഈ ഫെറൈറ്റും സിമെൻറ്റേറ്റും നീഡിലേക്ക് സ്ട്രക്ചറിലേക്ക് മാറും. അതിനെ നമ്മൾ ബൈനൈറ്റ് എന്ന് വിളിക്കും. ഈ ഫെറൈറ്റ് പ്ലസ് സിമെൻറ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഓസ്നേറ്റ് ആണ്. ഈ ഓസ്നേറ്റിൻ്റെ സ്ട്രക്ചർ മാറി ലാമെല്ലാർ സ്ട്രക്ചർ ആകുമ്പോഴാണ് പെർലൈറ്റ് എന്ന് വിളിക്കുന്നത്. അതേസമയം ഓസ്നേറ്റിൻ്റെ സ്ട്രക്ചർ മാറി നീഡിലേക്ക് സ്ട്രക്ചർ വരുമ്പോഴാണ് നമ്മൾ ബൈനൈറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ബൈനൈറ്റ് ഇവിടെ 0% ആയിരിക്കും, ഇവിടെ എന്ന് പറഞ്ഞാൽ 100% ആയിരിക്കും. ഇൻ ബിറ്റ്വീൻ ദീസ് 50% ബൈനൈറ്റ്. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെയും കൂൾ ചെയ്തു, 200°C കൂൾ ചെയ്തു. 200 അല്ലെങ്കിൽ 220°C കൂൾ ചെയ്തു. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? അപ്പോൾ അവിടെ മാർട്ടിൻസൈറ്റ് ഫോം ചെയ്ത് തുടങ്ങും അല്ലേ. മാർട്ടിൻസൈറ്റ് ഫോം ചെയ്ത് തുടങ്ങും. 200 ആകുമ്പോൾ ഏകദേശം മാർട്ടിൻസൈറ്റ് ഫോം ചെയ്ത് തുടങ്ങും. അത് കഴിഞ്ഞ് 50% മാർട്ടിൻസൈറ്റ് ആകാൻ വേണ്ടി നമ്മൾ, അല്ലെങ്കിൽ 150°C ആകുമ്പോൾ 50% മാർട്ടിൻസൈറ്റ് ഫോം ചെയ്യും. ഈ ലൈൻ അത് കഴിഞ്ഞ് 90% മാർട്ടിൻസൈറ്റ് ഫോം ചെയ്യുന്നപ്പോഴാണ് 110°C. അപ്പോഴും ഫുള്ളി ഈ ഓസ്നേറ്റ് എന്ന് പറഞ്ഞാൽ മാർട്ടിൻസൈറ്റിലേക്ക് മാറില്ല. കാരണം എന്താണ്? ടെമ്പറേച്ചർ വളരെ കുറവാണല്ലേ. 540, 640, 200, അത് കഴിഞ്ഞ് 110, 150, 110 ടെമ്പറേച്ചർ വളരെ കുറവാണ്. അപ്പോൾ എന്താ, കംപ്ലീറ്റ്ലി ഓസ്നേറ്റ് എന്ന് പറഞ്ഞാൽ മാർട്ടിൻസൈറ്റിലേക്ക് മാറില്ല. ഒരു 10% ബാക്കി ഉണ്ടാവും. അതാണ് ഞാനിവിടെ M90 എഴുതിയിരിക്കുന്നത്. 90% മാർട്ടിൻസൈറ്റ് കിട്ടുന്ന ടെമ്പറേച്ചറാണ് 110°C.
അപ്പോൾ അവിടെ ടെമ്പറേച്ചർ കുറവായതുകൊണ്ട് ആറ്റംസ് എല്ലാം ഒരുമിച്ച് ഡിഫ്യൂസ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ആറ്റംസ് കംപ്ലീറ്റ്ലി ഡിഫ്യൂസ് ആവില്ല. അപ്പോൾ തന്നെ നമ്മൾ ഡിഫ്യൂഷൻലെസ് ട്രാൻസ്ഫോർമേഷൻ എന്ന് വിളിക്കും. ഇതാണ് ടി ഡയഗ്രാം. ഇവിടെ ടെമ്പറേച്ചർ, ഇവിടെ ടൈം, അത് കഴിഞ്ഞ് ടെമ്പറേച്ചർ മാറുന്നതനുസരിച്ച് ഓസോണേറ്റ് ഉണ്ടാകുന്ന ചേഞ്ച്. ഇവിടെ എന്താണ് പെർലൈറ്റ്, ഇവിടെ ബയനൈറ്റ്, ഇവിടെ ഓസനേറ്റ്. പെർലൈറ്റിൽ തന്നെ കോസും ഫൈനും ഫൈൻ പെർലൈറ്റും കോസ് പെർലൈറ്റും. കോസ് എന്ന് പറഞ്ഞാൽ വലിപ്പമുള്ള ഗ്രെയിൻ ആയിരിക്കും, ഫൈൻ എന്ന് പറഞ്ഞാൽ ചെറിയ ഗ്രെയിൻ ആയിരിക്കും. ഗ്രെയിൻ്റെ വ്യത്യാസം വരാൻ കാരണം ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ്. ഇവിടെ അതുപോലെ തന്നെ ഇവിടെ ഫൈൻ ബൈനൈറ്റ്, ഇവിടെ കോസ് ബൈനൈറ്റ്, അതും വലുതും ചെറുതുമായിരിക്കും. വലിയ ഗ്രെയിൻ വരാൻ കാരണം ഹൈ ടെമ്പറേച്ചർ, ലോവർ ഗ്രെയിൻ ചെറിയ ഗ്രെയിൻ വരാൻ കാരണം ലോവർ ടെമ്പറേച്ചർ. അതുപോലെ പെർലൈറ്റിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? പെർലൈറ്റിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലാമെല്ലാർ ആണ് അല്ലേ, ലാമെല്ലാർ അല്ലെങ്കിൽ ലാമിനാർ എന്ന് എഴുതാം. അടുത്തത് ബൈനൈറ്റ്. ബൈനൈറ്റിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നീഡിലാണ് അല്ലേ, നീഡിലേക്ക് സ്ട്രക്ചറാണ് ബൈനൈറ്റിനുണ്ടാകുന്നത്. അപ്പോൾ ഓസ്റ്റനേറ്റ് എന്ന് പറഞ്ഞ സാധനം എന്തായിരുന്നു? ഓസ്റ്റനേറ്റ് എന്ന് പറഞ്ഞാൽ അയൺ പ്ലസ് സിമെൻറ്റേറ്റ്, അതായത് Fe3C. Fe3Cനെ നമ്മൾ സിമെൻറ്റേറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ടി ഡയഗ്രാം. ഓക്കെ.